അപ്പോൾ ഇനി കാണാൻ പോകുന്നത് നമ്മുടെ കിച്ചനാണ്. കിച്ചന് ഒരുപാട് ആൾക്കാർ എൻ്റെ കിച്ചൻ കണ്ടിട്ട് നിങ്ങൾ ഹോം ടൂർ ചെയ്യുമോ, കിച്ചൺ ടൂർ ചെയ്യുമോ എന്ന് കണ്ടിട്ട് കുറേ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചെയ്യണം എന്നിങ്ങനെ വിചാരിച്ച് നിന്നതാണ്. പക്ഷെ അതിനൊക്കെ നമുക്കൊരു ടൈം വേണം, നമ്മൊന്ന് ഫ്രീ ആയിട്ട് ഇരിക്കണം. അപ്പോഴൊക്കെ നമുക്കിതൊക്കെ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇപ്പം ഞാനൊന്ന് ഫ്രീ ആയതുകൊണ്ടാണ് ഞാൻ ഇന്ന് എല്ലാ ഒരു ഹോം ടൂറും കിച്ചൺ ടൂറൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ ഈ കിച്ചണിൽ ഞാൻ ഒരുപാട് ഐറ്റംസിലൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും ഒരു പ്രതീക്ഷ ഉണ്ടാവും. നമ്മളെ വീട്ടിൽ മെയിനായിട്ട് നമുക്ക് നല്ല രീതിയിലാവേണ്ടത് നമ്മുടെ കിച്ചൺ ആവുന്നുള്ളത്. അതുപോലെ തന്നെ ഒരു സ്വപ്നമായിരുന്നു എനിക്ക് എൻ്റെ കിച്ചൺ നല്ല നീറ്റാവണം. കിച്ചൻ്റെ വർക്കുകളൊക്കെ ഓൾമോസ്റ്റ് ഞാൻ വിചാരിച്ച മാതിരി ആവണം എനിക്ക് നന്നായിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കിച്ചൺ മാത്രമല്ല കേട്ടോ, ഞാൻ ഈ വീട്ടിലുള്ള ഓരോ വർക്കുകളും വീട്ടിൻ്റെ നമ്മുടെ സ്റ്റാർട്ടിങ് തൊട്ടിട്ട് എൻ്റെ വരെയുള്ള എല്ലാ വർക്കും ഞാൻ അത്രത്തോളം എഫക്റ്റ് എടുത്ത് മനസ്സിലാക്കി ചെയ്യിപ്പിച്ച് ഇക്കൻ്റെ സപ്പോർട്ട് കൂടി ഞാൻ ചെയ്തെടുത്തതാണ്. ഇക്കൻ്റെ സപ്പോർട്ട് ഉണ്ടായതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയത്. പിന്നെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു മനസ്സിൽ എന്തൊക്കെ വേണം, എവിടെയൊക്കെ എന്തെല്ലാം സെറ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ളത്. പിന്നെ ഇക്കും എന്താണ് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പം അതുകൊണ്ട് ഇക്കൻ്റെ സപ്പോർട്ടും കൂടി ഉണ്ടായതുകൊണ്ട് നമ്മൾ രണ്ടാളും കൂടി ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ വീടിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ സെറ്റ് ചെയ്തിട്ട്. പിന്നെ കിച്ചൻ്റെ മെയിനായിട്ട് അത് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. കിച്ചനും വീടിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മളെ കിച്ചൻ്റെ ഓരോ വർക്കും ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. കാരണം പണിക്കാർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ചിലർക്ക് മനസ്സിലായി വരില്ല. അപ്പോൾ കൺഫ്യൂഷനൊക്കെ വരുമ്പോൾ അവർക്ക് തന്നെ മനസ്സിലാവാതാകുമ്പോൾ ജസ്റ്റ് ഞാൻ വരച്ച് കാണിച്ചിട്ടൊക്കെയാണ് പറഞ്ഞു കൊടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊന്നും കൂടി മനസ്സിലാവും ചെയ്യും. നമുക്ക് അവർക്കും മനസ്സിലാക്കി കൊടുക്കാൻ നമുക്കും പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ നന്നായിട്ട് അതൊക്കെ ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഓൾമോസ്റ്റ് എനിക്ക് എൻ്റെ മനസ്സിലൊരു വലിയൊരു ഡ്രീമായിരുന്നു എൻ്റെ കിച്ചനും എൻ്റെ വീടും മറ്റുള്ള എല്ലാ കാര്യങ്ങളും. അപ്പോൾ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് അത്രത്തോളം മനസ്സറിഞ്ഞ് ഇങ്ങനെ സംസാരിക്കുന്നത് നമ്മൾ വിചാരിച്ചുള്ള കാര്യം കൂടുതൽ ആയി നമ്മളെ കാര്യങ്ങളൊക്കെ ഉള്ള റാഹത്താക്കി തന്നത് കേട്ടോ. അപ്പം ഞാൻ കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നമ്മൾ മെയിൻ കിച്ചൺ ഒന്ന് കാണാം. അപ്പം നിങ്ങൾക്ക് ഞാൻ എൻ്റെ കിച്ചണിലോട്ട് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. വരൂ. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ കിച്ചൺ ടൂറാണ് കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ കിച്ചൺ നിങ്ങൾ കാണുന്നുണ്ടാവും. അപ്പോൾ ഈ കിച്ചണിലെ ഒരു വിശേഷങ്ങൾ നിങ്ങൾക്ക് ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ കുറച്ച് വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാനായിട്ട് ഇങ്ങനെ ഓരോരുത്തരും കമൻറ്റ് വിടുന്നുണ്ട്. അപ്പോൾ ഒരു കിച്ചൺ ടൂറായിട്ട് ചെയ്താൽ നിങ്ങൾക്കൊക്കെ ബെറ്റർ ആവും, അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇന്നത്തെ കിച്ചൺ ടൂറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കിച്ചൻ്റെ ഈ ഒരു പോർഷനിൽ വന്നാൽ ഇവിടെ നമ്മുടെ സ്റ്റൗ വരുന്നത്. നമ്മുടെ സ്റ്റൗവിൻ്റെ ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിമ്മിണി ഹോബും കൂടി അടങ്ങിയിട്ടുള്ളൊരു ഏരിയയാണ് കേട്ടോ ഇവിടെ വരുന്നത്. നമ്മുടെ ചിമ്മിണി ഹോബ് നമുക്ക് ഇങ്ങനെ ഈ ഒരു ചിമ്മിണി നമുക്ക് സെറ്റാക്കി ആദ്യം നമ്മൾ ചിമ്മിണിയാണ് നമ്മൾ സെറ്റ് ചെയ്തത്, എന്നിട്ടാണ് ഹോബ് സെറ്റാക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ചിമ്മിണി വന്നിട്ടുള്ളത് പ്യൂർ ഫ്ലെയിംസിൻ്റെ കമ്പനിയിലെ കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ സെൻസർ കൊണ്ടാണ് നമ്മളിത് ഓൺ ചെയ്യല്. ആദ്യം കൈ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് ഓൺ ആയി കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഇത് സ്പീഡ് കൂട്ടുന്നതിനനുസരിച്ച് നമുക്ക് എയർ നല്ല വലിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സ്പീഡ് കൂട്ടി കൊടുക്കാം. പിന്നെ ഒന്നും കൂടി സ്പീഡ് കൂട്ടി കൊടുക്കാം. അതിൽ സ്ലോ ആക്കാം, മീഡിയം അങ്ങനെയൊക്കെ ആക്കി കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നതിന് മുന്നേ നമ്മൾ ചിമ്മിനി ഓൺ ചെയ്ത് വെക്കണം. ചിലർ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞ ശേഷമൊക്കെ ചിമ്മിനി ഓൺ ചെയ്ത് അങ്ങനെ ചെയ്തിട്ട് ആദ്യം ചിമ്മിനി ഓൺ ചെയ്തിട്ട് വേണം നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ റെഡിയാക്കാം കേട്ടോ. അപ്പോൾ ഈ ചിമ്മിനി നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ 1/4 മിനിറ്റ് നമ്മളൊന്ന് ഓൺ ചെയ്ത് വെക്കണം. ഇനി നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നത് കഴിഞ്ഞ ശേഷം നമ്മൾ ലാസ്റ്റ് നമ്മൾ ചിമ്മിനി നമ്മൾ
ഓഫ് ചെയ്യും കേട്ടോ. ഇങ്ങനെ ആക്കി നമ്മളെ കൈ കൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്തെടുത്താൽ ഇത് ഓഫ് ആവും കേട്ടോ. നമ്മുടെ ചിമ്മിണി ഒരു സെൻസർ ആയതുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ ഏറ്റവും സിമ്പിളാണ് കേട്ടോ. പിന്നെ അതിൻ്റെ വാളിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഒരു വൈറ്റിലൊരു ഡിസൈൻ കൊടുത്തിട്ടുള്ള ഒരു ബ്ലാക്ക് ടച്ചിൽ വരുന്ന ഒരു ടൈലാണ്, ഒരു ലൈനായിട്ട് വരുന്ന നല്ലൊരു ലുക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ ഈ ഹോബിൻ്റെ അടുത്തായിട്ട് നമ്മൾ ഈ താഴെ പോർഷനിൽ ഒരുപാട് കബോർഡ് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും ടച്ചിൽ ഒരു ഐവറി ടച്ചിലാണ് നമ്മുടെ കബോർഡ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ താഴെ സെക്ഷനിലായിട്ട് നമ്മളിവിടെ കട്ട്ലറി ബോക്സ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സാധനങ്ങൾ പോകും. നമ്മുടെ ഹോബിൻ്റെ അടുത്ത് തന്നെ ആകുമ്പോൾ നമുക്ക് എല്ലാ സാധനങ്ങളും എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കത്തിയും അതുപോലെ വിസ്കും സ്പൂൺ ഐറ്റംസുകളൊക്കെ നമ്മളിതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് എടുക്കാനും നമ്മൾ കുക്ക് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് നല്ലൊരു യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നി കേട്ടോ. ഇതൊക്കെ നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. നമ്മളിത് ഇങ്ങനെ മഞ്ഞപ്പൊടി അതുപോലെ ഇങ്ങനെ മല്ലി ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഉണ്ടായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് എല്ലാ സാധനങ്ങളും എടുക്കാനും അതുപോലെ വെക്കാനൊക്കെ നല്ല എളുപ്പമാണ് കേട്ടോ. യൂസ്ഫുള്ളാണ് നമുക്ക് എല്ലാ സാധനങ്ങളും എടുക്കാനും വെക്കാനൊക്കെ. നമ്മൾ കുറച്ച് പ്ലേറ്റ് ഐറ്റംസുകളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കുറച്ച് പ്ലേറ്റുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓരോ കബോർഡ്സിൽ നമുക്ക് കിട്ടിയ ഗിഫ്റ്റുകളും അതുപോലെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ഒരുപാട് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ ഇതിലെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഗിഫ്റ്റ് കിട്ടിയ പാത്രങ്ങളാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ പ്ലാന്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെ കിച്ചണിൽ മൊത്തം പ്ലാന്റുകളാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്ലാന്റൊക്കെ വെക്കുന്നതും അത് കാണുന്നതും മനസ്സിന് വല്ലാത്തൊരു സന്തോഷം കൂടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കിച്ചണിൽ മെയിനായിട്ട് അങ്ങനെയൊക്കെ ഒന്ന് നോക്കാം. അതൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിന് എവിടെ നിന്നൊക്കെ ഒരു എനർജിയും സന്തോഷം സമാധാനമൊക്കെ വരും. ഫുഡ് ഉണ്ടാക്കുമ്പോഴൊക്കെ ഒരു മടിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ കിച്ചണിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നല്ലൊരു ഭംഗി കൂടിയാണ് കാണാൻ കേട്ടോ. കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ഓപ്പൺ ആയിട്ട് വരുന്ന ഒരു തട്ട് അടുപ്പിച്ചിട്ടുണ്ട്. അത് അതായത് ഇങ്ങനെ ഈ കബോർഡിൽ വരുന്ന തന്നെയാണ്, ഒരു മൾട്ടി വുഡിൽ ചെയ്തതാണ് കേട്ടോ. അത് മാൻകുട്ടീൻ്റെ ഡിസൈനിൽ വരുന്ന ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. അതിമന്നാണ് നമ്മൾ പ്ലാന്റ് ഇങ്ങനെ ഹാങ്ങിലൂടെ ഇങ്ങനെ വരുന്നത് കേട്ടോ. ഇങ്ങനെ ഹാങ് ചെയ്ത പോലെ ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ വീഴുന്ന രീതിയിലാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ഭംഗി കിട്ടും. നമുക്കൊരു ഫുഡ് ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ലുക്കും എനർജിയൊക്കെ കിട്ടും കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ എൻ്റെ പ്ലാന്റൊക്കെ ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പ്ലാന്റ് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ കാണാൻ വേണ്ടിയിട്ട് നമുക്കൊരു പോസിറ്റീവായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടും കൂടി. അതിൻ്റെ ജ്യൂസർ മിക്സിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ല മിക്സിയിൽ ഏറ്റവും നല്ലത് സുജാതയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ജാറും ഐറ്റംസും എല്ലാം ഞാൻ ഇവിടെ വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ ടീ ഷുഗർ കോഫി നല്ല ജാറ് പാത്രങ്ങളും വെച്ചിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് നമുക്ക് ചായയൊക്കെ ഇവിടെ നിന്ന് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഷുഗറും ടീ ഒക്കെ നമുക്ക് പെട്ടെന്ന് എടുക്കാം. അതുപോലെ സ്പൂണ് പെട്ടെന്ന് എടുക്കാം. പിന്നെ ഒരു കപ്പ് എടുക്കാം. എല്ലാം ഒരു റെഡി ആയിട്ട് ഞാൻ കൊടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ ഹസ്ബൻഡുമാരൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ചായ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് ഓടിപ്പോയി നിൽക്കേണ്ടത്, നമ്മൾ വിളിക്കേണ്ടതെന്ന് ആവശ്യമില്ല. അവർക്ക് തന്നെ വന്നിട്ട് ചായ ഉണ്ടാക്കാം, കെറ്റിൽ വെള്ളം വെക്കാം, ഷുഗറും ടീ ഒക്കെ എടുക്കാം, സ്പൂണും അപ്പം എല്ലാം ഒരു റെഡിക്കാണ് ഞാനിവിടെ ഈ അക്സസറീസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നമ്മുടെ കപ്പുകളെല്ലാം ഇവിടെയാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ സ്റ്റാൻഡിലുണ്ട്, നല്ല ഗോൾഡിഷ് കളറിലാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കിച്ചണിൽ എനിക്കൊരു ഗോൾഡ് ടച്ചിൽ വരുന്ന പാത്രങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കപ്പിൻ്റെ സ്റ്റാൻഡ് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. ഒരു ഗോൾഡിഷ് കളറിലാണ് ഇത് വരുന്നത്. പിന്നെ അവിടെ നല്ലൊരു അടിപൊളി ഒരു പ്ലാന്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. വാട്ടർ പ്ലാന്റ് ആണ്, മണി പ്ലാന്റ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ടോ. അടിപൊളിയാണ് നമ്മളെ ഈ പ്ലാന്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മളെ ഈ പ്ലാന്റ്. കാരണം ഈ ഒരു ലൈഫ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. എൻ്റെ ലീഫും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല സെറ്റായിട്ട് വരുന്ന നമ്മൾ ഈ കല്ലൊക്കെ ഇട്ടിട്ട് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു മണി പ്ലാന്റാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമ്മുടെ കിച്ചണിൽ നല്ല ലുക്ക് കിട്ടുന്ന ഒരു പ്ലാന്റാണ് ഈ ഒരു പ്ലാന്റ്. ഇതിൻ്റെ പേര് എനിക്കറിയില്ല, നിങ്ങൾ കമൻറ്റ് ചെയ്യാം.
പിന്നെ രണ്ട് ടാപ്പ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സിങ്കിൽ ഈ ഒരു സിങ്ക് ബ്ലാക്കിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്, ബ്ലാക്ക് സിങ്ക് വേണമെന്ന്. പിന്നെ രണ്ട് ടാപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനടുത്തായിട്ട് തന്നെ നമ്മൾ ഈ ഒരു കോർണറിലേക്ക് വരുമ്പോൾ നമ്മുടെ ചിമ്മിനി ഹോബും പ്ലേറ്റ് സെറ്റ് ചെയ്യുന്ന സ്റ്റാൻഡ് ആയിട്ടുണ്ട്. എല്ലാ അക്സസറീസും ഞാൻ അവിടെ സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ എന്താണ്, എനിക്കിങ്ങനെ റാക്കും ഒരുപാട് സാധനങ്ങൾ ഇരിക്കണമെന്ന് ഇഷ്ടമല്ല, അത്യാവശ്യം സാധനങ്ങൾ മാത്രം ഇരിക്കുന്നതാണ് ഒരു നീറ്റായിട്ട് നമുക്ക് കിച്ചന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഒരുപാട് സാധനങ്ങൾ ഉണ്ടാകുമ്പോൾ കിച്ചണിന് ഒരു ബോറാകും. ഒരുപാട് സാധനങ്ങൾ റാക്ക് നിറച്ച് വെക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ. പിന്നെ ഈ ഒരു സൈഡിലോട്ട് വരുമ്പോൾ നമുക്ക് ഓയിൽ സ്പൂൺസ് എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ഈ ഒരു കുപ്പിൽ ബോട്ടിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ദോശയൊക്കെ ചൂടാൻ പറ്റിയ ബ്രഷൊക്കെ ആയിട്ട് വരുന്ന നല്ലൊരു പാത്രമാണ് കേട്ടോ. പിന്നെ ഇവിടെ നമ്മൾ ഒരു സ്പ്രേ ചെയ്യുന്ന ഒരു മിഷോന്നൊക്കെ വാങ്ങാൻ കിട്ടും ഇങ്ങനത്തൊക്കെ. പക്ഷെ ഞങ്ങളിവിടെ നമ്മളടുത്തുള്ള കടയിൽ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്ന ആ കടയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇതെല്ലാ സാധനങ്ങളും എല്ലാം അവിടെ കിട്ടുന്നുണ്ട്. നമ്മൾ ആ കടയിൽ മിഷോൻ്റെ ഫ്ലിപ്കാർട്ടിൻ്റെ സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഓയിലും വെളിച്ചെണ്ണയൊക്കെ ഇതിലാണ് ആക്കിയിട്ടുള്ളത്. ഈ ഒരു ബനാനയിലാണ് നമ്മൾ ഉപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഓൾമോസ്റ്റ് ഇവിടെ ഒരു പോർഷനിലൊക്കെ കാണുമ്പോൾ നല്ലൊരു ലുക്കാണ് കേട്ടോ. നമ്മളെ കിച്ചൺ എല്ലാം ഓൾമോസ്റ്റ് കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. എനിക്കും അതിൽ ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു കിച്ചനാണ്. എൻ്റെ ഒരു ഡ്രീമാണ് എൻ്റെ കിച്ചനും എൻ്റെ വീടും എല്ലാം നല്ല രീതിയിലാവണം. ഗ്ലാസിൻ്റെ കബോർഡ് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ് ടച്ചിലാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയാണ് ഇപ്പോൾ കാണാൻ. ഗ്ലാസ് കബോർഡിൽ ഇങ്ങനെ ഒരുപാട് കപ്പുകളും അതുപോലെ ഗ്ലാസ് ഐറ്റംസുകളൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ മോനിക്ക് ഗിഫ്റ്റ് ഇട്ടിട്ടുള്ള കപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ അതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരുപാട് ഗിഫ്റ്റുകൾ കിട്ടിയതുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഇതിൽ നമ്മൾ സെറ്റ് ചെയ്തു കേട്ടോ. പിന്നെ ഇവിടെ ആയിട്ടാണ് നമ്മൾ സ്റ്റോറേജ് ഏരിയയും അതുപോലെ ഗ്ലാസ് യൂണിറ്റും ഫ്രിഡ്ജിൻ്റെ സെക്ഷനൊക്കെ വരുന്നത് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു ഐഡിയക്ക് ഞാൻ കൊടുത്തൊരു ഡിസൈൻ വരച്ച് കാണിച്ചിട്ട് നമ്മൾ എടുത്തൊരു ഡിസൈനാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ലൈറ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കത്തിച്ചിട്ട് കാണിക്കാം കേട്ടോ. ഒരുപാട് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു ടോയ്ലറ്റ് ഒന്ന് കാണട്ടെ. നമ്മൾ ഈ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ള ഈ വർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. എനിക്ക് പേഴ്സണലി എനിക്കിഷ്ടമുള്ളൊരു കാര്യം കൂടിയിട്ടത് വേണമെന്നുള്ളത് അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമാണ്. ഇത് ഇങ്ങനെ ഫോണിലൊക്കെ കാണുമ്പോൾ ഇതെന്തായാലും ചെയ്യണം എന്നുണ്ടായിരുന്നു എൻ്റെ കിച്ചണിൽ. പിന്നെ ഇവിടെ നമ്മൾ ഒരുപാട് ഗിഫ്റ്റ് കിട്ടിയതും നമ്മൾ വാങ്ങിച്ചതായിട്ടുള്ള ഒരുപാട് ക്ലാസ് ജഗ് ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി ക്ലാസ്സുകളൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള പാത്രങ്ങളൊക്കെ നമ്മൾ ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാ ഐറ്റംസ് കേട്ടോ. പിന്നെ ഇവിടെ നമ്മൾ ഇങ്ങനെ ചായയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല സ്കെറ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള നല്ല ഭംഗിയുള്ള
പാത്രങ്ങളും കാണുമ്പോൾ നല്ല കൗതുകമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ പെട്ടെന്ന് വാങ്ങി വെക്കുമല്ലോ, അതൊക്കെ വെക്കാനും അങ്ങനെയുള്ള സാധനം ആക്സസറീസ് ഒക്കെ നമുക്ക് ഇതിൽ സെറ്റ് ചെയ്ത് വെക്കട്ടോ. നല്ല ഭംഗിയാണ്. പുറത്ത് നമ്മളെ കിച്ചണിലൊരു പ്രത്യേക ഒരു ലുക്ക് കിട്ടുന്ന ഒരു ഐറ്റംസ് കൂടിയാണ് കേട്ടോ ഇങ്ങനെയുള്ള പാത്രത്തിൻ്റെ ഈ ഡോൾ യൂണിറ്റ്. ഈ ഗ്ലാസ് യൂണിറ്റ് അത്രയും നല്ല മനോഹരമായിട്ട് നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ പുഡിങ്ങിൻ്റെ ട്രേയും അതുപോലെ ജലന ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കാണാം, ഒന്ന് കണ്ടല്ലോ. ഗ്ലാസ് വെയിറ്റ് എനിക്ക് ഒരു സ്പെഷ്യലാണ് കേട്ടോ. ഇത് ചെമ്മീൻ ഡിസൈനിൽ വരുന്നതാണ്, നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ ഒരു കുട്ടിക്കാലം ഒരു ഓർമ്മക്കായിട്ട് ഞാൻ വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ എനിക്കൊരു ഓണ സ്പെഷ്യൽ പരിപാടിക്ക് ഒരു ഫസ്റ്റ് ഗിഫ്റ്റ് കിട്ടിയതാണ് ഈ ഒരു പ്ലേറ്റ്. അതൊക്കെ എപ്പോഴും കാണുന്നത് ഭയങ്കര സന്തോഷമാണ്. അതാണ് ഞാൻ ഇവിടെ വെച്ചിട്ടുള്ളത് കേട്ടോ. നമ്മുടെ ഗ്ലാസ് യൂണിറ്റിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ ഫ്രിഡ്ജ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫ്രിഡ്ജ് നമ്മൾ എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരേ രീതിയിലാണ് കേട്ടോ. ഫ്രിഡ്ജൊക്കെ തള്ളിച്ച് വെക്കുമ്പോൾ അതൊരു ബോറായിട്ട് വരും. അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് വീട്ടിലൊക്കെ. ഇങ്ങനെ പുറത്തേക്ക് തള്ളി കൊടുക്കുക, അതൊരു ബോറാണ്. എനിക്ക് ഫ്രിഡ്ജൊക്കെ ആയിട്ട് ഒരു സ്പേസ് നമ്മൾ ഇങ്ങനെ കൊടുത്താൽ അത് നല്ല രീതിയിൽ അവിടെ ഒതുങ്ങി കിട്ടും. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അതൊക്കെ നല്ലൊരു കാര്യമാണ്. അങ്ങനെ ചെറിയ പോയിൻ്റൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കെല്ലാം നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെയായിട്ട് എൻ്റെ സ്റ്റോറേജ് ഏരിയ ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഒരു മോഡൽ വേണമെന്നുണ്ടായിരുന്നു. ഇവിടെ ഒരു 4 ഡോറിലാണ് കൊടുത്തിട്ടുള്ളത്. ആദ്യത്തെ സെക്ഷനിൽ 3 തട്ടിൽ കൊടുത്ത് താഴെ സെക്ഷനിൽ 2 ഡോറായിട്ടാണ്. അപ്പോൾ അതൊന്ന് കാണാം. പിന്നെ ആദ്യമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ സ്റ്റോറേജ് എന്ന് പറഞ്ഞിട്ട് അല്ലായിരുന്നു, നമ്മൾ സ്റ്റോർ റൂമായിട്ടാണ്. അപ്പോൾ ഒരുപാട് സാധനങ്ങൾ നമ്മളതിൽ തള്ളി കൊണ്ടുപോയി വെക്കും, ഒരു വൃത്തികേടാണ്. അപ്പോൾ ഇതൊന്ന് നോക്കട്ടെ. 2 ഡോറായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത്. മുകളിൽ 2 ഡോറ്, 2 ഡോറായിട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നമ്മളിവിടെ കുറേ കണ്ടെയ്നർ ബോക്സൊക്കെ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് നമ്മൾ കടല ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ ഒരുപാട് സാധനങ്ങൾ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കൺഫ്യൂഷൻ ആണ്, ഇതിൽ ഒരുപാട് സാധനങ്ങളൊക്കെ പോകും. പക്ഷെ എല്ലാ സാധനങ്ങളും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും, നല്ല നീറ്റായിട്ട് കിട്ടും ചെയ്യും കേട്ടോ. പെട്ടെന്ന് നമുക്ക് കിച്ചൺ എടുക്കാനും വെക്കാനൊക്കെ സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ഇതിൻ്റെ സെൻറ്ററിലായിട്ടുള്ള ഒരു ഓപ്പൺ ആയിട്ട് വരുന്ന ഒരു പോർഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു മോഡലിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇതൊക്കെ ഞാൻ അങ്ങനെ വരച്ച് കാണിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്ന അവർക്ക് കാണിച്ചു കൊടുത്തിട്ട്. കിച്ചൺ വർക്ക് എല്ലാ വർക്കും ചെയ്തത് നമ്മൾ ഓരോന്നും വരച്ച് സെറ്റ് ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഞാനിങ്ങനെ ഒരു തട്ടൊക്കെ വെച്ചിട്ടിങ്ങനെ നമുക്ക് എന്തെങ്കിലും ഇറങ്ങിയപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് കയ്യിൽ നിന്ന് വീഴാതിരിക്കാനൊക്കെ നമുക്ക് ഇതിലേക്ക് എടുത്ത് വെക്കാം. അതുപോലെ ഇവിടെ ഞാനൊരു ഫ്രൂട്ട്സൊക്കെ ഇടുന്ന ഒരു നല്ല ഭംഗിയുള്ള ഒരു മുത്തൊക്കെ ആയിട്ട് അങ്ങനെ ഒരു ഗോൾഡ് നല്ല ഫ്രൂട്ട്സ് പാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. പിന്നെ ഇപ്പോൾ ഇതുപോലെ ഓറഞ്ചൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കൗതുക സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണുമ്പോൾ. ഞാൻ എവിടെ പോയാലും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൂട്ടാം. കിച്ചണിക്ക് വരുമ്പോൾ നമുക്ക് ഫ്രൂട്ട്സൊക്കെ കഴിക്കണമെങ്കിൽ ഇതിൽ വെച്ചാൽ നമുക്ക് എടുത്ത് കഴിക്കാം. മക്കൾക്കായാലും അവരൊക്കെ എടുത്ത് കൊണ്ടുപോയി കഴിക്കൂട്ടാം. പിന്നെ ഇതിന് മുകളിലായിട്ടൊരു ഓപ്പൺ ബോക്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ലൈറ്റൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇതാ ഒരു നല്ല വൈറ്റ് ഒരു ഹാങ് ചെയ്യുന്ന ഒരു ഫ്ലവറൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാനുണ്ട്. പിന്നെ നമ്മളൊരു മാറ്റ് കൊട്ടകൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. നമ്മുടെ ഈ സൈഡിലായിട്ട് വരുമ്പോഴാണ് നമ്മുടെ മേശ ഇവിടെ സെറ്റ് ആയിട്ടുള്ളത് കേട്ടോ. നമ്മുടെ ഒരു സ്ക്വയർ ഷേപ്പിലാണ് നമ്മുടെ മേശ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു വുഡ് ആൻഡ് ബ്ലാക്കിലാണ് കൊടുത്തിട്ടുള്ളത്.
ഗ്ലാസ്സിലാണ് കേട്ടോ അവർ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഫുഡ് ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് നമ്മൾ അടുക്കളയിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് ഫുഡ് ഉണ്ടാക്കി കൊടുന്ന് ചായയൊക്കെ കുടിക്കാം. സ്ക്വയറിൻ്റെ ഒരു മേശയാണ്, അടിപൊളിയാണ് മേശയൊക്കെ. പിന്നെ നമുക്ക് ഈ ഒരു മേശയുടെ ചെയർ ഇങ്ങനെ ഉള്ളിലേക്ക് വെക്കാം. 4 ചെയറായിട്ടുണ്ട്, 4 ചെയർ വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ സൈഡിലായിട്ടും ഗ്രില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ബ്ലാക്ക് കളറിലാണ് ഇവിടെ ഗ്രില്ല് ചെയ്തിട്ടുള്ളത്. എല്ലാം ബ്ലാക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ള ഗ്രില്ലൊക്കെ. അത് പിന്നെ വൈറ്റും ബ്ലാക്കും അതുപോലെ ക്രീം ടച്ചിൽ വരുന്ന ഈ കളറും കൂടി ഓൾമോസ്റ്റ് എല്ലാ കളറും കൂടി വരുമ്പോൾ നല്ല ഭംഗി കിട്ടാം. എല്ലാം നല്ലൊരു വൈറ്റിലേക്ക് മാച്ച് ചെയ്യുന്ന കളറും കൂടിയാണ്. അപ്പോൾ അതൊക്കെ ഞാൻ നല്ല നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ കുറച്ച് പ്ലാന്റുകളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്ലാന്റും നല്ല ലുക്ക് ഉണ്ട് നമ്മൾ ചെയ്ത് വെച്ചപ്പോൾ കേട്ടോ. മാഷാഅല്ലാ നല്ലൊരു അടിപൊളിയായിട്ട് ഇങ്ങനെ ഇതിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ വെള്ളത്തിൽ വളരുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ഇപ്പൊ നമ്മൾ വ്ളോഗ് എടുത്തിട്ട് ഏകദേശം 6 മണി കഴിഞ്ഞിട്ടോ, ഇരുട്ടായി തുടങ്ങി. രാവിലെ എടുത്തതാണ്. പിന്നെ കോർണറിലായിട്ട് നമ്മൾ വെജിറ്റബിളിന്റെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു ഒരെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മളെ ഈ ഏരിയയിൽ രാവിലെ പകലൊക്കെ നമുക്ക് ഭയങ്കര വെളിച്ചമാണ്. നമ്മൾ ലൈറ്റ് ഒന്നും ഇടേണ്ട ആവശ്യം, എത്രത്തോളം വെളിച്ചം നമ്മൾക്ക് ഉള്ളിലേക്ക് വരും കേട്ടോ. നല്ലൊരു വൈബാണ് നമ്മളെ കിച്ചണിൽ നമുക്ക് പണിയൊക്കെ എടുക്കുമ്പോൾ. അടുപ്പിന്റെ പേര് ആലുവ അടുപ്പ് എന്നാണ്. 3 സെക്ഷനായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത്. വലിയൊരു അടുപ്പുണ്ട്, പിന്നെ സ്മോള് ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയത് അങ്ങനെ. അപ്പോൾ നമ്മളിത് ഇവിടെ ഇങ്ങനെ ഒരു അടുപ്പ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് 2 തട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ഓപ്പൺ തട്ട് നമ്മൾ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ വുഡ് കളറിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ നമ്മൾ വൈറ്റ് കളറാണ് നമ്മൾ ടൈല് കൊടുത്തിട്ടുള്ളത്. നമ്മളെ കിച്ചൺ മൊത്തം വൈറ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ ഈ ഒരു കൗണ്ടർ ടോപ്പ് മുഴുവൻ നമ്മൾ ഗ്രാനൈറ്റ് ബ്ലാക്ക് ആണ് കൊടുത്തിട്ടുള്ളത്. പ്യൂർ ബ്ലാക്ക് ആണ് നമ്മളിവിടെയൊക്കെ ചെയ്തിട്ടുള്ളത് കേട്ടോ. കളറൊക്കെ നമ്മൾ ക്രീം ഒരു ഐവറി ടച്ചിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ നമ്മളിതാ ഒരു നമ്മുടെ അടുപ്പിന് താഴെയായിട്ട് ഒരു കബോർഡ് കൊടുത്തിട്ടുണ്ട്. സ്ലൈഡിംഗ് ഡോർ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അത് ഞങ്ങൾക്ക് നമ്മൾ വിറകുകളൊക്കെ വെക്കുമ്പോൾ അത് കാണാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു സ്ലൈഡായിട്ട് ഒരു ഡോറ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നല്ല ഒരു ലുക്ക് ഉണ്ട് അതൊക്കെ ചെയ്തപ്പോൾ. ഓൾമോസ്റ്റ് നമ്മൾ കിച്ചണെല്ലാം വർക്ക് കഴിഞ്ഞപ്പോൾ മാഷാഅല്ലാ അടിപൊളിയാണ്. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മളെ കിച്ചണൊക്കെ കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ഈസി കുക്ക് ഉണ്ട്. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് ഒരു പ്ലാന്റ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും പ്ലാന്റുകൾ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ അത്യാവശ്യം നല്ല സ്പേസോടെ നമ്മൾ ചെയ്തിട്ടുള്ളത് ഈ ഒരു മെയിൻ പോർഷനും അതുപോലെ ഈ ഒരു പോർഷനിൽ കൂടിട്ടോ. പിന്നെ ഇവിടെ നമ്മൾ ഗ്രില്ലാണ് വരുന്നത്. അതിൽ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഗ്രില്ല് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വടക്കേരിയ പോർഷനിലേക്ക് നമുക്ക് അങ്ങനെ പോവാം. കിച്ചൻ്റെ മറ്റൊരു ഏരിയയാണ് ഇവിടെ ഈ സെക്ഷൻ കേട്ടോ. അപ്പോൾ ഇവിടെ വന്നാൽ ഈ ഒരു സിങ്കിൻ്റെ നമ്മൾ ഇവിടെ കൊടുത്തുന്ന സിങ്ക് ഒരു സിൽവറായിട്ട് വരുന്ന സിങ്കാണ്. ഇവിടെ ഒരു ടാപ്പ് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് നമ്മൾ പാത്രത്തിൻ്റെ സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പാത്ര സ്റ്റാൻഡ് നമുക്ക് ഒന്നും നമ്മൾക്ക് ഇവിടെ കാണില്ല കേട്ടോ. നമ്മുടെ പാത്രങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് എവിടെയാണ് നമ്മളത് ആൾക്കാർക്ക് മനസ്സിലാവില്ല. കാരണം അത്രയും നമ്മൾ കിച്ചണിൽ പാത്രങ്ങളൊക്കെ എവിടെയും കാണില്ല. അങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത്ര നമ്മൾ ഇവിടെ പാത്ര സ്റ്റാൻഡ് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വരുന്നൊരു പാത്ര സ്റ്റാൻഡാണ് ഇത് കേട്ടോ. ഇപ്പം ഇങ്ങനെയാണ് നമ്മൾ അവരൊക്കെ നമുക്ക് പറഞ്ഞത് ഇങ്ങനെയാണ് സ്റ്റാൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ചെയ്യിപ്പിച്ചതാണ് നമ്മൾ. അങ്ങനെ ഇവിടെ 2 തട്ടായിട്ട് വരുന്നുണ്ട്. നമ്മളെ പാത്രങ്ങളൊക്കെ നമ്മൾ ഇവിടെയാണ് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളത്. ഇങ്ങനെ ആകുമ്പോൾ നമ്മളെല്ലാ പാത്രങ്ങളും ഇതിൽ ഒതുങ്ങി കിട്ടും കേട്ടോ. പുറത്ത് എവിടെയും നമുക്ക് പാത്രങ്ങളൊന്നും എടുക്കില്ല. ഇതിലാവുമ്പോൾ കുഴപ്പമില്ലാതെ നീറ്റായി നിൽക്കുകയും ചെയ്യും. പാത്രം ഇവിടുന്ന് ഓറിയൻറ്റേഷൻ ഇങ്ങോട്ട് വെക്കാം. പിന്നെ നമുക്ക് പാത്രം എടുക്കാനും സുഖം. ഇങ്ങനെ എടുത്തിട്ട്
ഇവിടെ നിന്ന് കഴുകിയിട്ട് അങ്ങോട്ട് വെക്കുകയും ചെയ്യട്ടെ. പിന്നെ ഇതിൻ്റെ ഡോറ് നമുക്ക് അങ്ങനെ അടിച്ച് കൊടുക്കും. ഇവിടെ ഇങ്ങനെ ഒരു ഫ്രിങ് ആയിട്ട് വരുന്നതാണ് ഇതിൻ്റെ ഡോറ്. ഇങ്ങനെ അടിച്ച് കൊടുത്താൽ നമ്മൾ പാത്രങ്ങളൊക്കെ സേഫായിട്ട് അവിടെ ഇരിക്കുകയും ചെയ്യും, ഒരു കുഴപ്പമില്ല. പിന്നെ പാത്രം കഴുകി വെച്ച വെള്ളമൊക്കെ എവിടെ പോകും, അതിനൊരു സൊല്യൂഷനായിട്ടാണ് നമ്മൾ ഈ ഒരു പാത്ര സ്റ്റാൻഡിൽ തന്നെ ഇവിടെ അടിയിലായിട്ട് വേറൊരു സ്റ്റാൻഡ് ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. ഇതാ ഇങ്ങനെ ഇവിടെ പാത്ര സ്റ്റാൻഡിൻ്റെ താഴെ തട്ടിലായിട്ട് ഒരു സ്റ്റാൻഡ് ഉണ്ട്. ഇതിലാണ് നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് വെള്ളം ഇതിലേക്ക് എടുക്കും കേട്ടോ. അപ്പോൾ അത് നമുക്ക് എടുക്കൊന്ന് ക്ലീൻ ചെയ്താൽ മതി. എപ്പോഴും ഒന്നും വെള്ളം ഉണ്ടാവില്ല, വെള്ളം ഉണ്ടാവുമ്പോൾ മാത്രം ഒന്ന് ക്ലീൻ ചെയ്താൽ മതി. ബാക്കി സമയങ്ങളൊക്കെ അതിൻ്റെ വെള്ളം നമ്മുടെ കാറ്റ് കൊണ്ട് താനെ ഉണങ്ങി പോകട്ടോ. പിന്നെ ഇവിടെ മുകളിലൊരു തട്ടുണ്ട്, താഴെ തട്ടുണ്ട്. ഇതിലൊക്കെ നമുക്ക് ഒരുപാട് പാത്രങ്ങൾ സെറ്റാക്കി വെക്കാം കേട്ടോ. ഒരു പ്ലാന്റ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് മാഷാഅല്ലാ വളർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് വെക്കുമ്പോൾ ചെറുതായിരുന്നു, ഇത്രയൊക്കെ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോൾ അത്യാവശ്യം വളർന്നിട്ടുണ്ട്. അതിലാണ് ഞാൻ എൻ്റെ പ്ലാന്റ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഈ ഒരു ഏരിയയിൽ ഫുള്ള് നമ്മൾ ഗ്രില്ലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഈ ഒരു മോഡലിൽ വരുന്ന ഗ്രില്ലാണ് ചെയ്തിട്ടുള്ളത്. നല്ല വെളിച്ചാണ് എൻ്റെ കിച്ചണിലേക്ക് എനിക്ക് ഫീൽ ചെയ്തിട്ട് വരാറ്. കാരണം ചില പണിയൊക്കെ എടുക്കുമ്പോൾ നല്ല വെളിച്ചം കിട്ടണം. നമ്മൾ ലൈറ്റല്ല, നമ്മൾ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഒരു സൂര്യപ്രകാശവും അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു നല്ലൊരു വൈബത്തെ, നല്ലൊരു പ്രകൃതികമായിട്ടുള്ള ഒരു വെളിച്ചം, അതൊക്കെ എനിക്ക് കിട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരാളും കൂടിയാണ് ഞാൻ. അപ്പോൾ എനിക്ക് അങ്ങനെയുള്ളതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വെളിച്ചം നമ്മൾ ലൈറ്റിൻ്റെ വെളിച്ചമല്ല, നമ്മൾ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു വെളിച്ചം ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മാക്സിമം ഞാൻ എൻ്റെ നമ്മുടെ കിച്ചണിലേക്ക് ആ ഒരു വെളിച്ചം കിട്ടാൻ വേണ്ടി ഞാൻ ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമ്മൾ ഗ്രില്ല് ചെയ്തത് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്. നമ്മുടെ ചിമ്മിണി വെക്കണതിൻ്റെ അടുത്തായിട്ടൊരു വാളുണ്ട് നമുക്കിവിടെ. ഈ വാളിൻ്റെ ബാക്കിലായിട്ടാണ് നമ്മുടെ മടിക്കീൻ്റെ പോർഷനും കൂടി ഇതിൽ ആഡ് ചെയ്ത് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അടുപ്പ് നമുക്ക് മറിഞ്ഞ് നിൽക്കുകയും ചെയ്യും. അടുപ്പ് നമുക്ക് ഇവിടെ കിച്ചണിക്ക് കാണുകയും ചെയ്യില്ല. കിച്ചൺ തുറന്ന് വരുമ്പോൾ നമ്മൾ പുകയില്ലാത്ത അടുപ്പൊക്കെ കാണുമ്പോൾ ഒരു ബോറല്ല. അപ്പം അതൊക്കെ മറിഞ്ഞ് നിൽക്കണമല്ലോ, നല്ലൊരു ഇതുണ്ടായിരുന്നു കേട്ടോ. അത് മറിയണം, കാരണം നമ്മൾ അടുപ്പ് ഇങ്ങനെ കാണുമ്പോൾ ഒരു ബോറല്ലേ. അപ്പോൾ അത് നമ്മൾ ഈ ഒരു എന്താണ് വാളിനെ കൊണ്ട് അത് മറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും നല്ലൊരു ഏരിയയിലേക്കായി വന്നും ചെയ്തിട്ടോ. പിന്നെ നമ്മുടെ കിച്ചണിൽ ഈ ഒരു ചിമ്മിണി പോർഷനും എന്താണ് ഹോബും കൂടി ഒരു ഹൈലൈറ്റ് ചെയ്ത് ഫ്രണ്ടിലേക്ക് എടുത്ത് കാണിക്കണമെന്നുണ്ടായിരുന്നു. അത് നമ്മളെ ഒരു മെയിൻ മോഡലർ കിച്ചണിൽ നല്ലൊരു നീറ്റായിട്ട് കാണണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അതും നല്ലൊരു ലുക്കിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഞാൻ ചെയ്തെടുപ്പിച്ചതാണ് കേട്ടോ ഇതൊക്കെ ഞാൻ. അപ്പോൾ ഇവിടെ നമ്മൾ അടുപ്പിൻ്റെ ഏരിയ അവിടെയാണ് വരുന്നത്. അപ്പോൾ അത് നമുക്ക് ഇവിടെ കാണുകയും ചെയ്യൂല. ഇത് രണ്ടും എന്നാൽ ഒറ്റ കിച്ചനാണ്, പക്ഷെ രണ്ട് സെക്ഷനായിട്ട് നമ്മൾ അപ്പുറം ഇപ്പുറം കിടക്കേണ്ട ഒറ്റ ഒരു പാസേജിലാണ് നമ്മൾ ഒരു കിച്ചണിൽ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അടുപ്പ് അവിടെ കൊണ്ട് നല്ല ക്ലീനായിട്ട് നീറ്റായിട്ട് ഇങ്ങനെ കാണാം. പിന്നെ മെയിൻ പോർഷൻ ഇവിടെ ഇങ്ങനെ നീറ്റായിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ഒരു പാസേജാണ്, അത്യാവശ്യം സ്പേസോട് കൂടിയിട്ടുള്ള ഒരു പാസേജാണ്. പിന്നെ ഇവിടേക്കും നല്ല സ്പേസ് ഉണ്ട്. നമ്മൾ കിച്ചന് കിച്ചൺ എന്ന് പറഞ്ഞാൽ വലിയ കിച്ചനാണ് കേട്ടോ. അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട് നമ്മൾ കിച്ചണിൽ നമുക്ക് സ്പെൻഡ് ചെയ്യാനൊക്കെ. പിന്നെ നമ്മൾ കിച്ചണിന് മെയിനായിട്ട് നമ്മൾ വൈറ്റ് ആകുമ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നിടത്താണ് പിന്നെ ഉള്ള കാര്യം. നമ്മളെപ്പോഴും നല്ല മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടെടുക്കുക. യൂസ്ഫുൾ ആവുന്നതൊക്കെ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ വൈറ്റ് ആകുമ്പോൾ ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്ത് തരും. കാരണം ഞാൻ ഒരുപാട് എൻ്റെ വീടൊക്കെ ആകുമ്പോൾ യൂട്യൂബിലൊക്കെ ഒരുപാട് സെർച്ച് ചെയ്തിട്ടുണ്ട്, എന്തെങ്കിലുമൊക്കെ എനിക്ക് ടിപ്സും കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞ പോലൊന്നും അധികം ഡീറ്റെയിൽ ആയിട്ടൊന്നും നമുക്ക് കിട്ടൂല. എന്നാലും ഞാൻ ഇങ്ങനെ വിചാരിക്കും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചിരിക്കണം. കാരണം അറിയാത്തവർക്കൊക്കെ ഒന്നും കൂടി മനസ്സിലാവും. എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ തന്നെയാണ് കൂടുതലും കാര്യങ്ങൾ ആൾക്കാർക്ക് മനസ്സിലാവല്ലേ. എൻ്റെ വീട്ടിൽ ഈ ഒരു കിച്ചൺ ഞാൻ കൊടുത്തിട്ടുള്ളത് ഒരു മോഡലർ ടച്ചിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. മോഡലർ ലുക്ക് തന്നെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മോഡലർ കിച്ചൺ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ കിച്ചൺ ടൂർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.